വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കേറ്ററ്റ് കാറ്റഗറി 2 സോഷ്യൽ സയൻസിൻ്റെ 2025 ജനുവരിയിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആദ്യത്തെ 2 സെഷൻ കഴിഞ്ഞു, എൻ്റെ ലാസ്റ്റ് സെഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമുക്കൊരു 15 ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ ഒരു 60 ക്വസ്റ്റ്യൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് സമയം കളയേണ്ട, ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ആൺ പെൺ കുട്ടികളിൽ കൗമാരത്തിന്റെ ആരംഭത്തിൽ കാണുന്ന പ്രകടമായ ശാരീരിക മാറ്റങ്ങൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അപ്പോൾ നമുക്കറിയാം, ഓരോ പ്രായം കഴിയുമ്പോഴും എന്താണ്, ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവരുടെ ശരീരത്തിൽ പലതരം മാറ്റങ്ങൾ ഉണ്ടാകുന്നു. അവരുടെ വോയിസ് ചേഞ്ച് ചെയ്യുന്നു, ശരീരത്തിന് പല പല മാറ്റങ്ങൾ ഉണ്ടാകുന്നു, അല്ലേ? അപ്പോൾ ഈ മാറ്റങ്ങൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. വൈജ്ഞാനികം, ആന്തരിക ഘടനാപരം, ജൈവികം, വികാരപരം. എന്ത് മാറ്റമായിരിക്കും? ജൈവിക മാറ്റമാണ്, അല്ലെ? ബയോളജിക്കൽ ചേഞ്ച് ആണ് കുട്ടികൾക്ക് ഉണ്ടാകുന്നത്. അപ്പൊ ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവർക്ക് എന്താണ്, ജൈവികമായ മാറ്റമാണ് ഉണ്ടാകുന്നത്, അല്ലേ? അപ്പൊ ഏതാണ് ആൻസർ വരുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ചോദ്യം: ചുവടെ നൽകിയിട്ടുള്ളതിൽ പഠന വൈകല്യത്തിൽ ഉൾപ്പെടുന്നത് ഏത്? പഠന വൈകല്യത്തിൽ ഉൾപ്പെടുന്ന വൈകല്യം ഏതാണെന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. ഓട്ടിസം, ഡിസ്ലെക്സിയ, ബുദ്ധിമാന്ദ്യം, കാഴ്ച വൈകല്യം. ഏതാണ് പഠന വൈകല്യത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? അല്ലെങ്കിൽ അതിനകത്ത് ആ ഗ്രൂപ്പിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് ഏതാണ്? ഡിസ്ലെക്സിയ ആണ്, അല്ലെ? പഠന വൈകല്യം, ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കൂലിയ, ഇതൊക്കെ എന്താണ്? പഠന വൈകല്യങ്ങളാണ്, അല്ലെ? അപ്പൊ എന്താണ് ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? വായനാ വൈകല്യമാണ്, അല്ലെ? വായനാ വൈകല്യം. എന്താണ്, ഒരു കുട്ടിക്ക് എന്താണ്, നമ്മൾ വായിക്കുന്നത് ചിലപ്പോൾ വാക്കുകൾ തെറ്റിപ്പോവുക, സ്പീഡിൽ വായിക്കാൻ പറ്റാതിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകൾ മാറിപ്പോവുക, അതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വായനാ വൈകല്യം അല്ലെങ്കിൽ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടത്, അല്ലെ? എഴുതുമ്പോൾ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവുക, ചില നമ്പേഴ്സ് കാണുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവുക, അങ്ങനെയൊക്കെ എഴുത്തിൽ വരുന്ന ബുദ്ധിമുട്ടിനെ നമ്മൾ എന്ത് പറയും? ഡിസ്ഗ്രാഫിയ എന്ന് പറയും. ഡിസ്കാൽക്കൂലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ കണക്കുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെ? കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ട്. അതായത് ഒരു പ്രായം കഴിഞ്ഞാൽ ഇപ്പം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഒന്നേ അധികം 1 എത്രയാണെന്ന് ചോദിച്ചാൽ പറയാൻ അറിഞ്ഞുകൂടാ. അപ്പൊ അങ്ങനെ എന്താണ്, കണക്കുമായിട്ട് ബന്ധപ്പെട്ട വൈകല്യമാണെങ്കിൽ നമ്മൾ അതിനെ ഡിസ്കാൽക്കൂലിയ എന്ന് പറയും. പിന്നീട് ഇവിടെ ഓട്ടിസം, ബുദ്ധിമാന്ദ്യം, കാഴ്ച വൈകല്യം, ഇതെല്ലാം എന്താണ്? ഇത് പഠനവുമായിട്ട് ബന്ധപ്പെട്ട, ഇതെല്ലാം വൈകല്യങ്ങളാണ് എങ്കിൽ പോലും എന്താണ്, പഠനവുമായിട്ട് ബന്ധപ്പെട്ട വൈകല്യം എന്ന് പറയുന്നത് ഏതാണ്? ഡിസ്ലെക്സിയാണ്. അപ്പൊ ഈ വൈകല്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും. ഇത് കൂടാതെ തന്നെ മറ്റേ ADHD ഉണ്ട്, അഫേസിയ ഉണ്ട്, അങ്ങനെ കുറെ വൈകല്യങ്ങളുണ്ട്. ഇതെല്ലാം ഓർത്തിരിക്കുക. ഓക്കെ, അടുത്ത ചോദ്യം: കുട്ടിക്ക് നേരിട്ട് അനുഭവം ലഭിക്കുന്നതിന് അനുയോജ്യമായ പഠന രീതിയാണ് സെമിനാർ, സംവാദം, കഥ പറച്ചിൽ, ഫീൽഡ് ട്രിപ്പ്. ഒരു കുട്ടിക്ക് നേരിട്ട് അനുഭവം ലഭിക്കാനായിട്ട് നമുക്ക് ഏത് തരത്തിലുള്ള പഠന രീതി ആവിഷ്കരിക്കാൻ കഴിയും? നേരിട്ട് അനുഭവങ്ങൾ ലഭിക്കണം. സെമിനാർ വെച്ചിട്ട് നേരിട്ട് അനുഭവം ലഭിക്കുമോ? ഇല്ല. സംവാദം പറ്റില്ല. കഥ പറച്ചിൽ കുറേയൊക്കെ ലഭിക്കും, നേരിട്ട് ഇല്ല. നമ്മൾ ഇമാജിനേഷനിലൂടെ നമുക്ക് അവിടെ എത്താനായിട്ട് പറ്റും. പിന്നെന്താണ്? ഫീൽഡ് ട്രിപ്പ്. ഇപ്പൊ കുട്ടിയെ എന്താണ്, കാടിനെ കുറിച്ച് പഠിപ്പിക്കുകയാണ്. കാടിനെ കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നമ്മളൊരു കാട്ടിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് ആ അനുഭവം ക്ലിയർ ആയിട്ട്, അതിന് നേരിട്ട് അനുഭവം കിട്ടും, അല്ലേ? അപ്പൊ ഫീൽഡ് ട്രിപ്പാണ് നേരിട്ട് അനുഭവം ലഭിക്കാനായിട്ട് അനുയോജ്യമായിട്ടുള്ള പഠന രീതി എന്ന് പറയുന്നത് ഏതാണ്? ഫീൽഡ് ട്രിപ്പാണ്. അടുത്ത ചോദ്യം: സ്കിറ്റ് മത്സരത്തിലേക്ക് ഒരു അധ്യാപിക ആൺകുട്ടികളെ മാത്രം തിരഞ്ഞെടുക്കുന്നു. ഇതിലുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ത്? ക്ലാസ്സിൽ സ്കിറ്റ് മത്സരം നടക്കുന്നു, ടീച്ചർ എന്താണ്, ആൺകുട്ടികളെ മാത്രം സെലക്ട് ചെയ്യുന്നു. അപ്പൊ അതിനെക്കുറിച്ച് നമ്മളുടെ അഭിപ്രായം എന്താണ്? യാഥാർത്ഥ്യ ബോധ സമീപനം, ലിംഗവിവേചനമാണ്, ജനാധിപത്യ തെരഞ്ഞെടുപ്പ്, പ്രായോഗിക തെരഞ്ഞെടുപ്പ്. എന്തായിരിക്കും? ലിംഗവിവേചനമാണ്, അല്ലെ? ആൺകുട്ടികളെ മാത്രം, ക്ലാസ്സിൽ ആൺകുട്ടിക്കും പെൺകുട്ടിക്കും എന്താണ്, ഈക്വൽ റൈറ്റ് ആണുള്ളത്. എല്ലാവർക്കും എന്താണ്, ഈക്വലി എന്താണ്, കഴിവുകളാണെങ്കിലും ബുദ്ധിയാണെങ്കിലും എല്ലാ കുട്ടികൾക്കും ഈക്വൽ ആണ്. അപ്പൊ ഇവിടെ ടീച്ചർ ആൺകുട്ടികളെ മാത്രമാണ് സെലക്ട് ചെയ്തത് എന്നുണ്ടെങ്കിൽ എന്താണ്, ടീച്ചർ അവിടെ എന്താണ് നടത്തിയത്? ലിംഗവിവേചനമാണ് ടീച്ചർ അവിടെ നടത്തിയത്, അല്ലെ? ലിംഗവിവേചനം. അപ്പൊ യാഥാർത്ഥ്യ ബോധ സമീപനമല്ല. ജനാധിപത്യ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എല്ലാ കുട്ടികളും വോട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിക്കുന്ന ആളെയാണ് നമ്മൾ ജനാധിപത്യ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്, അല്ലെ? ലഭിക്കുന്ന കാൻഡിഡേറ്റ് ആരാണോ. അപ്പൊ ആ രീതിയിലും അല്ല ടീച്ചർ സെലക്ട് ചെയ്തേക്കുന്നത്. എന്താണ്, ആൺകുട്ടികളെ മാത്രമാണ്, ഒരു ഗ്രൂപ്പിലുള്ള കുട്ടികളെ മാത്രം. അപ്പൊ അതെന്താണ്, ലിംഗവിവേചനമാണ് ടീച്ചർ നടത്തിയിരിക്കുന്നത്. അടുത്ത ചോദ്യം: ഒരു സംഘത്തിലെ സാമൂഹ്യ ബന്ധങ്ങൾ അറിയാൻ ഉപയോഗിക്കുന്ന തന്ത്രം. ഏതാണ്? നോക്കിക്കേ: കേസ് പഠനം, റോൾ പ്ലേ, ഹിസ്റ്റോഗ്രാം, സാമൂഹിക മിതി.
ഏതാണ്? ഒരു ഗ്രൂപ്പിലെ അല്ലെ ഒരു സംഘത്തിലെ സാമൂഹ്യ ബന്ധങ്ങൾ അറിയാനായിട്ട് ഉപയോഗിക്കുന്ന പഠനതന്ത്രം ഏതാണ്? സാമൂഹ്യമിതി അല്ലെങ്കിൽ സോഷ്യോമെട്രി എന്ന് പറയാം അല്ലേ. അപ്പോൾ ഒരു ഗ്രൂപ്പിനകത്ത് സാമൂഹ്യ ബന്ധങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള റിലേഷൻസ് സാമൂഹ്യ ബന്ധങ്ങൾ അറിയാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു മെത്തേഡിനാണ് എന്തെന്ന് പറയുന്നത്? സോഷ്യോമെട്രി അല്ലെങ്കിൽ എന്ത് പറയും? സാമൂഹ്യമിതി എന്ന് പറയും. ഓക്കെ, എന്താണ് സോഷ്യോമെട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സോഷ്യോമെട്രി ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് ഫോർ മെഷറിംഗ് സോഷ്യൽ റിലേഷൻഷിപ്സ് ഇൻ എ ഗ്രൂപ്പ്. അപ്പോൾ ഒരു ഗ്രൂപ്പിനകത്തെ സാമൂഹ്യ ബന്ധങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിനെയാണ് എന്തെന്ന് പറയുന്നത്? സോഷ്യോമെട്രി എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ ജേക്കബ് എൽ മൊറീനോ ആൻഡ് ഹെലൻ ഹോൾ ജെന്നിങ്സ് ഇൻ ദി 1940s. 1940കളിൽ മൊറീനോയും അതേപോലെ തന്നെ ആരാണ്? ഹെലൻ ഹോൾ ജെന്നിങ്സ്. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് ഡെവലപ്പ് ചെയ്ത ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഒരു മെത്തേഡിനെയാണ് എന്തെന്ന് പറയുന്നത്? സോഷ്യോമെട്രി അല്ലെങ്കിൽ സാമൂഹ്യ മിതി. അപ്പോൾ ഇതിന്റെ ഇൻവെന്റേഴ്സ് ആരൊക്കെയാണ് അല്ലെങ്കിൽ ഇത് കണ്ടെത്തിയത് ആരൊക്കെയാണെന്ന് ഓർത്തിരിക്കുക. ജേക്കബ് എൽ മൊറീനോ അതേപോലെ ഹെലൻ ഹോൾ ജെന്നിങ്. ഈ മൊറീനോയുടെ പേര് ഓർത്തിരിക്കണം. ഇത് ഏതോ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലോ സയൻസിലോ സോഷ്യൽ സയൻസിലോ ഏതോ 24 ഏപ്രിൽ നടന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറിലാണെന്ന് തോന്നുന്നു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സാമൂഹ്യമിതി കണ്ടെത്തിയത് ആരാണ്? ജേക്കബ് എൽ മൊറീനോ അതേപോലെ തന്നെ ഹെലൻ ഹോൾ ജെന്നിങ്സ്. ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് 1940കളിലാണ് ഈ ഒരു സിസ്റ്റം കണ്ടെത്തിയത്. എന്താണിത് ശരിക്കും? നമ്മുടെ സമൂഹത്തിനകത്തുള്ള ആ സോഷ്യൽ റിലേഷൻഷിപ്പിനെ കുറിച്ച് അതിനെ മെഷർ ചെയ്യാനുള്ള ഒരു ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡിനെയാണ് എന്തെന്ന് പറയുന്നത്? സോഷ്യോമെട്രി അഥവാ സാമൂഹ്യമിതി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ബ്രിഡ്ജസ് ചാർട്ട് താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകാരിക വികസനം, വൈജ്ഞാനിക വികസനം, ഭാഷാ വികസനം, കായിക വികസനം. ഇതിൽ ഏത് വികസനമായിട്ടാണ് ബ്രിഡ്ജസ് ചാർട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്? വൈകാരികം, വൈജ്ഞാനികം, ഭാഷ, കായികം. ഏതാണ്? വൈകാരിക വികസനവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്തെന്ന് പറയുന്നത്? ബ്രിഡ്ജസ് ചാർട്ട് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ബ്രിഡ്ജസ് ചാർട്ട് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വൈകാരിക വികസനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അടുത്തത്, പഠിതാവിൽ ജ്ഞാനനിർമ്മിതി നടക്കണമെങ്കിൽ എന്തുതരം പഠന രീതികളാണ് കൊടുക്കേണ്ടത്? പഠിതാവിൽ ജ്ഞാനനിർമ്മിതി നടക്കണം അല്ലെ. ജ്ഞാനനിർമ്മിതി നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് തരം പഠന രീതികളാണ് കൊടുക്കേണ്ടത്? സഹവർത്തിത പഠനം, നേരിട്ടുള്ള അധ്യാപനം, അസൈൻമെന്റുകൾ, സിമുലേഷൻ. പഠിതാവിൽ നേരിട്ട് എന്താണ് ജ്ഞാനനിർമ്മിതി നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എന്തായിരിക്കണം നടക്കേണ്ടത്? കൊളാബറേറ്റീവ് ലേണിംഗ് അല്ലെ. സഹവർത്തിത പഠനമാണ് അവിടെ നടക്കേണ്ടത്. അപ്പോൾ ഓർത്തിരിക്കുക, പഠിതാവില് ജ്ഞാനനിർമ്മിതി നടക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഏത് തരം പഠനമാണ് നടക്കേണ്ടത്? കൊളാബറേറ്റീവ് ലേണിംഗ് ആണ് നടക്കേണ്ടത്. അതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ട വൈഗോട്സ്കിയായിട്ട് ബന്ധപ്പെട്ട ടേംസ് ആണ്. കൊളാബറേറ്റീവ് ലേണിംഗ്, ജ്ഞാനനിർമ്മിതിവാദം, ഇതെല്ലാം അല്ലെ. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അതാരാണ്? വൈഗോട്സ്കിയുടെ തിയറിയാണ്. അതിൽ വരുന്ന കാര്യങ്ങളാണ് ഈ കൊളാബറേറ്റീവ് ലേണിംഗും എല്ലാം വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, തുടരെയുള്ളതും ഇടവിട്ടുള്ളതുമായ മൂല്യനിർണ്ണയമാണ് ഡാഷ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടും അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന മൂല്യനിർണ്ണയത്തിന് എന്ത് പേര് പറയും? സമഗ്ര മൂല്യനിർണ്ണയം, ക്യുമുലേറ്റീവ് മൂല്യനിർണ്ണയം, ആത്യന്തിക മൂല്യനിർണ്ണയം, സംരചന മൂല്യനിർണ്ണയം. തുടരെ നടക്കുന്നതും ഇടവിട്ടുള്ളതുമായ മൂല്യനിർണ്ണയത്തെ നമ്മൾ എന്ത് പേര് പറയും? സംരചന മൂല്യനിർണ്ണയം എന്ന് പറയും അല്ലെ. സംരചന മൂല്യനിർണ്ണയം. ഈ മൂല്യനിർണ്ണയങ്ങൾ ഇവാലുവേഷൻസ് എല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചിരിക്കുന്നത്. ഫോർമേറ്റീവ് അസസ്മെന്റ്, സമ്മേറ്റീവ് അസസ്മെന്റ്, പിന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, അച്ചീവ്മെന്റ് ടെസ്റ്റ്, പ്രൊഫിഷ്യൻസി ടെസ്റ്റ്, പിന്നീട് എന്താണ് കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്നെല്ലാം ഒരു ഇവാലുവേഷനിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും. അപ്പോൾ ഓരോ മൂല്യനിർണ്ണയങ്ങളും വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതിന്റെ മലയാള പദങ്ങളും കൂടി ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിട്ടുള്ളതിൽ അധ്യാപന പഠന പ്രക്രിയയുമായി ബന്ധപ്പെട്ട ശരിയായ ക്രമം ഏത്? നോക്കിക്കേ, വിലയിരുത്തൽ, പഠനാനുഭവങ്ങൾ നൽകൽ, പഠന നേട്ടങ്ങൾ തീരുമാനിക്കൽ. അപ്പം അധ്യാപന പഠന പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട യഥാർത്ഥ ക്രമം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, വിലയിരുത്തല്, പഠനാനുഭവങ്ങൾ നൽകല്, പഠന നേട്ടങ്ങൾ തീരുമാനിക്കൽ. എന്താണ് വരുന്നത്? ആദ്യം എന്തായിരിക്കും വരുന്നത്? പഠന നേട്ടങ്ങൾ തീരുമാനിക്കണം അല്ലെ. ആദ്യം എന്താ ചെയ്യേണ്ടത്? പഠന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് തീരുമാനിക്കണം. അതിനുശേഷം എന്താണ്? പഠന അനുഭവങ്ങൾ നൽകണം. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വിലയിരുത്തുന്നത് അല്ലെ. അപ്പൊ ആദ്യം ഏതാണ് വരുന്നത്? പഠന നേട്ടങ്ങൾ. ഈ ഒരു പാഠം പഠിപ്പിക്കുന്നതുകൊണ്ട് കുട്ടിക്ക് എന്തെല്ലാം പഠന നേട്ടങ്ങൾ ഉണ്ടാകുന്നു, ആദ്യം അതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. അതിനുശേഷം പഠനാനുഭവങ്ങൾ നൽകണം കുട്ടിക്ക്. അതിനുശേഷമാണ് കുട്ടിയെ വിലയിരുത്തേണ്ടത് അല്ലെ. അപ്പൊ എങ്ങനെയാണ്? 3, 2, 1 എന്നുള്ള ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി അല്ലേ. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, അധ്യാപന നൈപുണിയുമായി യോജിച്ചു പോകാത്ത പ്രവർത്തനം ഏത്? അധ്യാപന നൈപുണിയുമായിട്ട് യോജിച്ചു പോകാത്ത പ്രവർത്തനം. നോക്കിയേ, മാർഗദർശനം നൽകൽ,
തെറ്റു കണ്ടുപിടിക്കൽ, ആഖ്യാനം നൽകൽ, കൈത്താങ് നൽകൽ. അധ്യാപന നൈപുണ്യമായിട്ട് യോജിച്ചു പോകാത്തത് മാർഗദർശനം നൽകലാണോ, തെറ്റു കണ്ടുപിടിക്കലാണോ, ആഖ്യാനം നൽകലാണോ, കൈത്താങ് നൽകലാണോ? ഏതാണ് വരുന്നത്? തെറ്റ് കണ്ടുപിടിക്കലാണ് അല്ലേ? തെറ്റ് കണ്ടുപിടിക്കലാണ് അധ്യാപന നൈപുണ്യമായിട്ട് യോജിച്ചു പോകാത്ത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ. എപ്പോഴും കുട്ടിയുടെ തെറ്റ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നാൽ കുട്ടി തന്നെ എന്ത് ചെയ്യും? ആ ടീച്ചറിനെ വെറുക്കും അല്ലേ? അപ്പൊ എന്താണ്? തെറ്റ് കണ്ടുപിടിക്കലാണ് ഈ അധ്യാപന നൈപുണ്യമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായിട്ട് യോജിച്ചു പോകാത്ത ഒരു പ്രവർത്തനം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, പാഠ്യപദ്ധതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പാഠപുസ്തകം, വിദ്യാഭ്യാസ അനുഭവങ്ങളുടെ ആകത്തുക, സാമൂഹിക അനുഭവം, വിദ്യാഭ്യാസ നവനീനതകൾ. അപ്പൊ എന്താണ് പാഠപുസ്തകം അല്ലെ പാഠ്യപദ്ധതി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ്? പാഠപുസ്തകത്തെ മാത്രമാണോ പാഠ്യപദ്ധതി എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. പാഠ്യപദ്ധതി എന്ന് പറയുന്ന പാഠപുസ്തകം മാത്രമല്ല വരുന്നത്, വിദ്യാഭ്യാസ അനുഭവങ്ങളുടെ ആകത്തുക അല്ലെ. ആ ഒരു പാഠ്യപദ്ധതി എന്ന് പറയുമ്പോൾ ആ ഒരു വർഷം അല്ലെങ്കിൽ ആ ഒരു ടേം, ഒരു കോഴ്സ് കംപ്ലീറ്റ് കുട്ടി എന്തത്തോളം പഠിച്ചാൽ കംപ്ലീറ്റ് എത്ര നാളുണ്ടോ ആ അത്രയും നാളത്തെ പഠനാനുഭവങ്ങളുടെ ആകത്തുകയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാഠ്യപദ്ധതി എന്ന് പറയുന്നത്. സാമൂഹിക അനുഭവം മാത്രമല്ല, വിദ്യാഭ്യാസ നവനീനതകൾ മാത്രമല്ല. എന്താണ് പാഠ്യപദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആ വിദ്യാഭ്യാസ അനുഭവങ്ങളുടെ ആകത്തുകയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാഠ്യപദ്ധതി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയത്തിൽ വിലയിരുത്തുന്നത്. അപ്പൊ നിരന്തരവും സമഗ്രവുമായിട്ടുള്ള മൂല്യനിർണ്ണയത്തിൽ എന്താണ് വിലയിരുത്തുന്നത്? പഠന കാര്യങ്ങൾ മാത്രം, പഠനേതര കാര്യങ്ങൾ മാത്രം, പഠനവും പഠനേതരവുമായ കാര്യങ്ങൾ, വൈകാരികമായ കാര്യങ്ങൾ മാത്രം. അപ്പൊ നിരന്തരവും സമഗ്രവുമായിട്ടുള്ള മൂല്യനിർണ്ണയമാണ് അല്ലെ. കണ്ടിന്യൂസ് ആൻഡ് കോംപ്രിഹെൻസീവ് ഇവാലുവേഷനിൽ എന്താണ് വിലയിരുത്തുന്നത്? എന്താണ്? പഠനകാര്യങ്ങൾ മാത്രമാണോ? ഒരിക്കലും അല്ല. പഠനകാര്യങ്ങൾ മാത്രമല്ല ചെയ്യുന്നത്. പഠനേതര കാര്യങ്ങൾ മാത്രമാണോ? അതും അല്ല. ഇനി എന്താണ്? പഠനവും പഠനേതരവുമായ കാര്യങ്ങളാണ് നിരന്തരവും സമഗ്രവുമായ മൂല്യനിർണ്ണയത്തിൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ചരിത്ര സംഭവവുമായി നേരിട്ട് ബന്ധമുള്ള ഉറവിടം. ചരിത്ര സംഭവമായിട്ട് ഈ ഉറവിടം, പ്രാഥമിക ഉറവിടം, ദ്വിതീയ ഉറവിടം, തൃതീയ ഉറവിടം, ഇതൊന്ന് ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് ചോദിക്കും. കഴിഞ്ഞ ഒക്ടോബറിലും ഏപ്രിലും നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടില്ല എങ്കിൽ പോലും അതിന് തൊട്ട് മുമ്പുള്ള പരീക്ഷകളിലൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ചരിത്ര സംഭവമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഉറവിടം. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടതാണ്. അപ്പോൾ ചരിത്ര സംഭവമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഉറവിടം എന്ന് പറയുന്നത് ഏതാണ്? പ്രാഥമിക ഉറവിടം, ദ്വിതീയ ഉറവിടം, തൃതീയ ഉറവിടം ഇവയൊന്നുമല്ല. ഏതാണ്? പ്രാഥമിക ഉറവിടമാണ്. ചരിത്ര സംഭവമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഉറവിടം എന്ന് പറയുന്നത് ഏതാണ്? പ്രാഥമിക ഉറവിടം തന്നെയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, ഒരു വിഷയത്തിലെ രണ്ട് എതിർവാദഗതികൾ അവതരിപ്പിക്കുന്ന ചർച്ചാരൂപം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഒരു വിഷയത്തിലെ രണ്ട് എതിർവാദഗതികൾ എന്ത് ചെയ്യുന്നു? എതിർവാദഗതികൾ അവതരിപ്പിക്കുന്ന ചർച്ചാരൂപം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സംവാദം, സെമിനാർ, സിംപോസിയം, പാനൽ ചർച്ച. ഏതാണ് വരുന്നത്? സംവാദമാണ് അല്ലെ. രണ്ട് എതിർവാദഗതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൂട്ടര് അതിനെ എഗ്രി ചെയ്യുന്നു, മറ്റൊരു കൂട്ടർ അതിനെ എന്ത് ചെയ്യുന്നു? ഒപ്പോസ് ചെയ്യുന്നു അല്ലെ. അപ്പൊ എതിർവാദഗതികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് അവതരിപ്പിക്കുന്ന ഒരു രൂപം, ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഏതാണ്? സംവാദമാണ്. സെമിനാർ അല്ല, സിംപോസിയം അല്ല, പാനൽ ചർച്ച, ഇതൊന്നും അല്ല. എന്താണ് വരുന്നത്? സംവാദം തന്നെയാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത 59ാമത്തെ ചോദ്യം, യഥാർത്ഥ വസ്തുവിന്റെ ത്രിമാന രൂപത്തെ പ്രതിനിധീകരിക്കുന്നത്. യഥാർത്ഥ വസ്തുവിന്റെ ത്രിമാന രൂപത്തെ പ്രതിനിധീകരിക്കുന്നത് ഭൂപടം, ചാർട്ട്, സമയരേഖ, മോഡൽസ്. അപ്പൊ ഏതൊരു വസ്തുവാണെങ്കിലും അതിന്റെ 3D എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ മോഡലായിരിക്കും അല്ലെ. ഇപ്പൊ ചാർട്ട് ആണെങ്കിലും അല്ലെങ്കിൽ ഭൂപടമാണെങ്കിലും സമയരേഖയാണെങ്കിലും ഒന്നുമല്ല. 3D എന്ന് പറയുന്നത് ഏതായിരിക്കും? മോഡലായിരിക്കും. ഏത് വസ്തുവാണെങ്കിലും അതിന്റെ 3D പിക്ചർ എന്ന് പറയുന്നത് അതിന്റെ മോഡലായിരിക്കും അല്ലെ. നമ്മൾ നേരത്തെ ഗ്ലോബിന്റെ കാര്യം പറഞ്ഞിരുന്നു അല്ലെ. അതേപോലെ തന്നെ മോഡൽസ്. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഉപരിതലത്തിന്റെ ദ്വിമാന പ്രാതിനിധ്യമാണ്. ഭൂമിയുടെ ഉപരിതലത്തിന്റെ ദ്വിമാന, അതായത് 2D പിക്ചർ ഏതാ, അല്ലെ അതിന്റെ 2D റെപ്രസെന്റേഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്ലോബ്, ഫിലിം, വിഷ്വലുകൾ, ഭൂപടം. ഭൂമിയുടെ ഉപരിതലത്തിന്റെ 2D റെപ്രസെന്റേഷൻ ഏതാണ്? ഗ്ലോബാണോ, ഫിലിമാണോ, വിഷ്വലുകളാണോ, ഭൂപടമാണോ? ഏതാണ് വരുന്നത്? 2D ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ദ്വിമാനം എന്നാണ്. അപ്പൊ ഏതായിരിക്കും വരുന്നത്? 3D. ഗ്ലോബ് എന്ന് പറയുന്നത് 3D ആണ്. 3D റെപ്രസെന്റേഷൻ ആണ് ഗ്ലോബ്. അപ്പൊ വരുന്ന ഏതായിരിക്കും? ഭൂപടമായിരിക്കും അല്ലെ. ഓപ്ഷൻ ഡി ഭൂപടമാണ്. ഭൂമിയുടെ ഉപരിതലത്തിന്റെ 2D റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഭൂപടം. ഓക്കെ,
ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏകദേശം ഈ ഒരു 60 ക്വസ്റ്റ്യൻ 3 സെഷനായിട്ട് ഡിസ്കസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, താങ്ക്